എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ മെസ്സേജ് എന്ന് പറയുന്നത് സോൾമേറ്റ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു റീഡിങ്ങിൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ കാർഡ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റിൽ സോൾമേറ്റ്സ് ആയിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും. ഒരു വല്ലാത്ത ഒരു കണക്ഷനും സോൾമേറ്റ്സ് എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് മുജ്ജന്മങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിനെ റിവൈവ് ചെയ്തെടുത്ത പോലത്തെ ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടെ ആ ഒരു ബന്ധം. നിങ്ങൾക്ക് രണ്ട് പേർക്കും നിങ്ങളുടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നിയിരുന്ന പോലെ അത്രയ്ക്കും ക്ലോസ് ആയിരുന്നു. നിങ്ങളുടെ ഇടയിൽ വേറെ ഒരാൾക്കും വരാൻ സാധ്യതയില്ലാത്ത അത്രയും ക്ലോസ് ആയിരുന്നു. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പരസ്പരം സംസാരിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയാൽ അത് കറക്റ്റ് ചെയ്യാനോ സംസാരിക്കാനോ പോലും സമയമില്ലാത്ത രീതിയിൽ രണ്ടുപേരുടെ വഴിക്ക് പോകുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. സോൾമേറ്റ്സ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ വലിയ കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. പണ്ടത്തെ അത്രയും അടുപ്പം തോന്നുന്നില്ല. അതുപോലെ പണ്ട് വഴക്കടിക്കുമായിരുന്നു, കാരണം ആ സ്നേഹമുള്ളത് കൊണ്ട് അവിടെ കുറേ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പൊസസീവ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ഒട്ടും പൊസസീവ്നെസ് ഇല്ല. പരസ്പരം ആരോട് സംസാരിച്ചാലും കുഴപ്പമില്ല, ഫോൺ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു തീവ്രത നിങ്ങളുടെ ബന്ധത്തിൽ കാണുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഫ്യൂച്ചറിൽ ഒരു ഹാർട്ട് ബ്രേക്കാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ ഓൾമോസ്റ്റ് അതിലേക്ക് ആ ഒരു പാത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ള ഒരു നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് തന്നെയാണ് അത് പോകുന്നത്. മെല്ലെ മെല്ലെ ഇങ്ങനെ പോയി അത് ഹാർട്ട് ബ്രേക്കിലേക്ക് പോവുകയാണെന്ന് നമുക്കറിയാം. അതിൻ്റേതായിട്ടുള്ള സിഗ്നൽസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധം വർക്കൗട്ട് ആവില്ല, പക്ഷെ എങ്ങനെ നമുക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ്. പക്ഷെ എങ്ങനെ അത് പോവും, എങ്ങോട്ട് പോവും, അതോ ഇനി സ്നേഹമുണ്ടോ ഇല്ലയോ, അങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ആളുടെ ആബ്സെൻസ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. പക്ഷെ നിങ്ങളുടെ ബന്ധം വളരെ സ്ട്രോങ് ആയിരുന്നൊരു ബന്ധമായിരുന്നത് കൊണ്ട് ഈ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങളെ വല്ലാതെ ഒന്ന് വിഷമിപ്പിക്കും. എല്ലാവർക്കും അറിയാവുന്ന ഒരു ബന്ധമാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്മാറുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരിക്കലും അവരില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചെടുത്താണ് നിങ്ങൾ അവരുമായിട്ട് ഒരു ബന്ധം മാറിപ്പോകുന്നത്. ഇനി യൂണിവേഴ്സിൽ നിന്നുള്ള റിപ്ലൈ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിനൊരു പദ്ധതിയുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അതിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനത്തെ ചില പരാജയങ്ങളും ചില വിഷമങ്ങളും വന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു ഇതിലേക്ക് മാറുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.